ഗൈസ് അപ്പോൾ ഇവിടെ വീടിനടുത്ത് മത്തനുണ്ടായിട്ട് വീടിൻ്റെ അടുത്തല്ല വീട്ടിൽ. അപ്പോൾ നമുക്കത് പറിക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ മത്തൻ പറിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ആ മത്തൻ പറിക്കേണ്ട ദിവസം വന്നിരിക്കണേ ഗൈസ്. അപ്പോൾ ഈ മത്തനാണ് പറിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ആ മത്തൻ പറിക്കാൻ വേണ്ടി പോയി ഗൈസ്. എടുത്തു നോക്കിയപ്പോൾ ഇത് കുറച്ച് ചെറുതായിരുന്നു, പക്ഷേ ഇതിനേക്കാളും വലുതൊരെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് പറിക്കാൻ പോയപ്പോൾ അമ്മ അവിടെ നിന്ന് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് പറഞ്ഞു, നീ ഏത് മത്തനാണ് പറിക്കാൻ പോകുന്നത്, അതല്ല വേറെയാണ് പറിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്തോ ഞാൻ കത്തി വെച്ചില്ല ഗൈസ്, വെച്ചതാണെങ്കിൽ വെറുതെ വേസ്റ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ മത്തൻ പറിക്കാൻ പോകാം ഗൈസ്. എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ആരും കാണാത്ത സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മത്തൻ കണ്ട് കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് പറിച്ചെടുക്കാം. ഇതാണ് അതിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കുന്നത്. ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ഞാനത് പൊട്ടിച്ചേനെ. അപ്പോൾ എന്തായാലും ഈ ഒരു മത്തൻ നല്ല രീതിക്ക് പാകമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് വന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈസ് ഇത്ര തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ മത്തനൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. നല്ല ഫ്രഷ് മത്തൻ നമ്മുടെ വീട്ടിലുണ്ടായ സാധനമാണ് ഗൈസ്. ഞാനിത് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്പാടി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പറിച്ച് കഴിഞ്ഞ ആൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഗൈസ്. പിന്നെ ആ തലയിലൊക്കെ വെച്ചിട്ടാണ് മത്തങ്ങ വീട്ടിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.